നമസ്കാരം. ആദിമലയാളത്തിന്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഭാഷാശാസ്ത്ര പ്രകാരമുള്ള നമ്മുടെ ഉച്ചാരണ അവയവങ്ങളെ പരിചയപ്പെടലായിരുന്നു. ഇന്നത്തെ വീഡിയോ ഉച്ചാരണ അവയവങ്ങളെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സ്വരാക്ഷരങ്ങളെ എങ്ങനെയാണ് ഭാഷാശാസ്ത്ര പ്രകാരം വർഗീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന നെറ്റ് പരീക്ഷയ്ക്കും കോളേജിയേറ്റ് പരീക്ഷയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്, അല്ലെങ്കിൽ തന്നെ ഭാഷാശാസ്ത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ഐ ബട്ടൺ ഞെക്കിയേക്കുക, അത് പോയി ഒന്ന് കണ്ടിട്ട് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഏതാണെങ്കിലും മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും നമ്മൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഒക്കെ ചെറിയ പ്രായം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഞാൻ നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ഓവറോൾ ഐഡിയ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളൊന്ന് കുഞ്ഞായിട്ട് വിശദീകരിക്കാം. അതിലൊന്ന് എന്താണ് സ്വനം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യന് തൊണ്ട ഉപയോഗിച്ച് വളരെ കാര്യമായി ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന ഈ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ എല്ലാ ഭാഷയും പറയാൻ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പം ഇങ്ങനെ മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ശബ്ദങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സ്വനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഭാഷ സംസാരിക്കാൻ ആവശ്യമായി വേണ്ടി വരുന്ന, ഉദാഹരണത്തിന് മലയാളം സംസാരിക്കാൻ ആവശ്യമായി വേണ്ടി വരുന്ന സ്വനങ്ങളെ നമ്മൾ പ്രത്യേകമായി പറയുന്നതാണ് സ്വനിമങ്ങൾ അഥവാ വർണ്ണങ്ങൾ എന്ന്. അപ്പം ഒരു ഭാഷയുടെ വർണ്ണം എടുത്തു കഴിഞ്ഞാൽ, വർണ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വരങ്ങളും ഉണ്ടാകും, വ്യഞ്ജനങ്ങളും ഉണ്ടാകും. അപ്പോൾ മലയാളത്തിൻ്റെ കാര്യം എടുത്താൽ മലയാളത്തിൽ 13 സ്വരങ്ങളുണ്ട്. നമ്മൾ ആ ഇ ഈ ഉ ഇറു എ ഐ ഓ ഔ അല്ലെ, ഇത്രയും നമ്മുടെ സ്വരങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. അപ്പൊ സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ വ്യഞ്ജനങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് മറ്റ് തടസ്സങ്ങൾ ഒന്നും കൂടാതെ, ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള യാതൊരുവിധ തടസ്സവുമില്ലാതെ പുറത്തേക്ക് പോകുന്ന ശബ്ദങ്ങൾ എന്നുള്ള നിലയിലാണ് നമ്മൾ സ്വരങ്ങളെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സ്വരങ്ങളെ വിഭജിക്കുക എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ഭാഷാശാസ്ത്രം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം മലയാളത്തിലെ ശബ്ദങ്ങളെ, സ്വരശബ്ദങ്ങളെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ വർഗീകരിക്കുന്നത്? ഉള്ള ശബ്ദത്തിനെ അങ്ങനെ തന്നെ പഠിച്ചാൽ പോരെ, ഇനി അതിനെ വർഗീകരിച്ച് അതിന് വേറെ പേരിട്ട് അത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഭാഷാശാസ്ത്രത്തിനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഭാഷാശാസ്ത്രകാരന്മാർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഭാഷയെ മാത്രം പഠിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മൊത്തത്തിൽ മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന ശബ്ദങ്ങളെയും അവരുപയോഗിക്കുന്ന ഭാഷയും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പം അക്കൂട്ടത്തിൽ മനുഷ്യൻ ഭാഷ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ആകമാനവും അവർ പഠിക്കുകയും അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഭാഷയുടെയും ഘടനകളും പ്രത്യേകതകളും പ്രത്യേകമായി തിരിച്ചറിയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഷയിൽ ഉണ്ടാകുന്ന സ്വരങ്ങൾ അറിയുക, വ്യഞ്ജനങ്ങൾ അറിയുക, അതെങ്ങനെ ഉച്ചരിക്കുന്നു എന്നറിയുക, അതിന് മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കുക, റെഫറൻസുകൾ ഉണ്ടായിരിക്കുക. അതനുസരിച്ച് മറ്റു ഭാഷകളെ, മറ്റ് ഉച്ചാരണ രീതികളെയൊക്കെ താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പഠന മാർഗങ്ങളാണ്. അപ്പം നമുക്ക് പീരിയോഡിക് ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങൾക്ക് ഇപ്പോഴേ ചില പേരൊക്കെ ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ട് ചില സയൻറ്റിഫിക് നെയിമുകൾ, അതുപോലെ സയൻറ്റിഫിക് നെയിം മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ, ഇപ്പം മനുഷ്യർക്ക് നമ്മൾ പറയുന്ന സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ സയൻറ്റിഫിക് നെയിം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന, ആർക്കും എവിടെ വെച്ചും എങ്ങനെയും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കോമൺ പേര് നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വരങ്ങൾക്കും ചില കോമൺ പേരുകൾ നൽകിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, എവിടെ വെച്ചാണ് ഉച്ചരിക്കുന്നത്, നമ്മുടെ ഉച്ചാരണ അവയവങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ രീതി അനുസരിച്ചൊക്കെയാണ് ഈ ഒരു വിഭജനം നടക്കുന്നത്. ഈ വിഭജനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വരങ്ങൾക്ക് പേരിടുന്നത്. മലയാളത്തിലെ സ്വരങ്ങളെ എങ്ങനെയാണ് ശാസ്ത്രീയമായി പേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മൊത്തത്തിൽ ആശ്രയിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, വായുടെ ഉള്ളിൽ നാവ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പോയിന്റിനെ അനുസരിച്ച് നമ്മൾ ഒരു രീതിയിൽ പേര് കൊടുക്കുന്നു. മറ്റൊരു രീതി എന്ന് പറയുന്നത് സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള നമ്മുടെ ചുണ്ടിൻ്റെ ഒരു ആകൃതി എന്താണ് എന്നുള്ളതിനനുസരിച്ച് പേര് കൊടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തത്തിൽ സ്വരങ്ങൾക്ക് ഓരോ സ്വരത്തിനും അതിൻ്റെതായ ശാസ്ത്രീയ നാമത്തെ കൊടുക്കുന്നത്.
ഈ ഒരു രീതി പരിപൂർണമായും ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ അതിന് കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയും കൂടുതൽ നല്ല രീതിയിൽ കൃത്യമായി പേരിടുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വേറെ നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ലഭ്യമായ ഒരു രീതി എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ വിശദീകരിക്കാം. അപ്പോൾ നാവിൻ്റെ സ്ഥാനം വായയ്ക്കുള്ളിൽ എവിടെയാണ് എന്നുള്ളത് ഒരു കുറച്ച് സാങ്കേതികമായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതങ്ങനെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ഉദാഹരണം ആദ്യം പറയാം. അതായത് നമ്മൾ ഈ അക്ഷാംശരേഖയും രേഖാംശരേഖയും വെച്ച് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വെച്ചിട്ട് നമ്മളുടെ ഭൂമിയിലെ പൊസിഷൻ പറയാറുണ്ടല്ലോ. ഒരു സ്ഥലം ഇന്ന ലോഞ്ചിറ്റ്യൂഡിൽ ഇന്ന ലാറ്റിറ്റ്യൂഡിൽ ഇന്ന സ്ഥലത്താണ് എന്ന് പോയിന്റ് ചെയ്യുമല്ലോ. അപ്പം അത് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന, അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏക സ്ഥലം അത് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ഭാഗത്തിനെ, നാക്ക് കിടക്കുന്ന വായയുടെ ഉള്ളിലുള്ള ഭാഗത്തിനെ മൊത്തത്തിൽ നമ്മൾ നെടുകയും കുറുകയും വിഭജിച്ചിട്ട്, അതായത് മുന്നിൽ നിന്ന് പിറകിലേക്കും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്കും എന്നുള്ള നിലയിൽ നമ്മൾ വരച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെവിടെയാണ് നാവ് ഓരോ സ്വരാക്ഷരങ്ങളും പറയുമ്പോൾ ചെന്ന് നിൽക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഒരു രീതിയിലെ പേരിടൽ. ഇപ്പം നാവ് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാവ് മൊത്തത്തിൽ പോയല്ല നിൽക്കുന്നത്, നാവിൻ മുഴ എന്ന് പറയുന്ന ഭാഗം. അതായത് നിങ്ങൾ സ്വരാക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചറിയാം, നാവിൻ്റെ ഒരു ആകൃതിയിൽ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും. നമ്മൾ സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ടാകും. ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിനെയാണ് നാവിൻ മുഴ എന്ന് പറയുന്ന ഒരു മുഴ. ഓക്കെ, ഈ മുഴ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഒരു രീതിയിൽ പേരിടുന്നത്. ഇപ്പം മുകളിൽ നിന്ന് താഴേക്ക് അതിൻ്റെ പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാവ് ഏറ്റവും മുകളിലെ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറയും. നടുക്കാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ മധ്യത്തിൽ നിൽക്കുന്നു എന്ന് പറയും. നാവ് ഏറ്റവും താഴ്ന്ന പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അതിനെ നിമ്നം എന്ന് പറയുന്നു. അപ്പോൾ ഉച്ചം, മധ്യം, നിമ്നം എന്നിങ്ങനെ നാവിൻ്റെ ഉയരത്തിനനുസരിച്ചുള്ള, വായുടെ ഉള്ളിൽ നാവ് ഉയരത്തിലാണെങ്കിൽ ഉച്ചം, നടുക്കാണെങ്കിൽ മധ്യം, ഏറ്റവും താഴെയാണെങ്കിൽ നിമ്നം. ഇതുപോലെ തന്നെ മുന്നിൽ നിന്ന് പിന്നിലേക്കുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപിലാണെങ്കിൽ നമ്മൾ പറയുന്നു അത് അഗ്രം ആണ് എന്ന്, വായുടെ അഗ്രഭാഗത്താണ് നാവ് നിൽക്കുന്നത് എന്ന്. ഇനി കുറച്ച് പിറകിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു കേന്ദ്രഭാഗത്താണ് നിൽക്കുന്നത് എന്ന്. ഏറ്റവും പിറകിലാണെങ്കിൽ നമ്മൾ പറയുന്നു മൂലഭാഗത്താണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങോട്ടുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുന്നിൽ നിന്ന് പിന്നിലേക്കുള്ള രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അഗ്രം, കേന്ദ്രം, മൂലം എന്നിങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഉച്ചം, മധ്യം, നിമ്നം എന്നും മുന്നിൽ നിന്ന് പിന്നിലേക്ക് അഗ്രം, കേന്ദ്രം, മൂലം എന്നും. നന്നായിട്ട് ഓർക്കുക, ഇതിലെവിടെയാണ് നാവ് മൊത്തത്തിൽ നിൽക്കുന്നത് എന്നല്ല, നാവിൻ മുഴ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഈ പേരിടൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നാവ് നിൽക്കുന്നത് മധ്യത്തിലും കേന്ദ്രത്തിലും കൂടിയാണെങ്കിൽ നമ്മൾ പറയുന്നു ഒരു കേന്ദ്ര മധ്യ ശബ്ദമാണ് ഇന്ന ശബ്ദം എന്ന്. അല്ലെങ്കിൽ ഉച്ചത്തിലും അഗ്രത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഉച്ച അഗ്ര ശബ്ദമാണ് ഇന്നത് എന്ന്. അങ്ങനെ ഈ പൊസിഷൻ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയായിട്ടാണോ, അത് കൂട്ടിമുട്ടുന്നത് എവിടെയായിട്ടാണോ അവിടങ്ങളിൽ ഉച്ചരിക്കുന്ന, അവിടെയാണ് നാവ് നിൽക്കുന്നത് എങ്കിൽ അതാണ് ആ സ്വരത്തിൻ്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്വരവർഗീകരണം നടക്കുമ്പോൾ കണക്കിലെടുക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ചുണ്ടിൻ്റെ ആകൃതിയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചുണ്ട് ഏത് ആകൃതി പൂണ്ടിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും സ്വരവർഗീകരണത്തിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഊ എന്ന് പറയുമ്പോൾ ചുണ്ട് എങ്ങനെ ഇരിക്കുക? ഊ ഒരു സ്വരശബ്ദമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഊ പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ വട്ടത്തിലാണ് ഇരിക്കുന്നത്. വർത്തുളിതം എന്നാണ് പറയുന്നത്, വട്ടത്തിലിരിക്കുക. അല്ലെങ്കിൽ ഉരുണ്ട ആകൃതിയിൽ ഇരിക്കുന്നതിനെ നമ്മൾ വർത്തുളിതം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വർത്തുളിതമാണ്, ഊ എന്ന് പറയുമ്പോൾ വർത്തുളിതമാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ എന്നൊന്ന് പറഞ്ഞു നോക്കുക, ചുണ്ട് ഇങ്ങനെ നീണ്ടായിട്ടിരിക്കുക. അപ്പോൾ അത് വർത്തുളിതമല്ല, അവർത്തുളിതമാണ് അല്ലേ? അത് ഉരുണ്ടിരിക്കുക അല്ല എന്ന് പറയുന്നതാണ് അവർത്തുളിതമാണ് എന്ന് പറയും. ഇനി ആ പോലെ ഒരു ശബ്ദമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇത് അതാണോ ഇതാണോ, അത് ഉരുണ്ടിട്ടാണോ ഉരുണ്ടിട്ടല്ല, എന്ന് നീണ്ടിട്ടാണോ നീണ്ടിട്ടുമല്ല എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. അതിനെ നിഷ്പക്ഷ വർത്തുളനം എന്നാണ് പറയുന്നത്. അപ്പോൾ വർത്തുളിതം, നിഷ്പക്ഷ വർത്തുളനം, അവർത്തുളിതം, ഇങ്ങനെ ചുണ്ടിൻ്റെ ആകൃതി വെച്ചും നമ്മൾ ഇതിനെ വകഭേദം നൽകുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു മാത്രയിലുള്ള ശബ്ദത്തിൻ്റെ ആണെങ്കിൽ മാത്ര കൂടിയ ശബ്ദത്തിന് നമ്മൾ ദീർഘശബ്ദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്വരങ്ങളിൽ ഹ്രസ്വ ശബ്ദവുമുണ്ട്, ദീർഘശബ്ദവുമുണ്ട്. ആ ഒരു ഹ്രസ്വ ശബ്ദമാണ് കൂടുതൽ സമയമെടുത്ത് നമ്മൾ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആയാണ്, അത് ദീർഘശബ്ദമാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഹ്രസ്വ ശബ്ദമാണ്, ഈ എന്നുള്ളത് ഒരു ദീർഘശബ്ദമാണ്. ഉ, ഊ, എ, എ, ഇതെല്ലാം ഈ ഹ്രസ്വവും ദീർഘവുമാണ്. അപ്പം നമ്മൾ സ്വരത്തിൽ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇത് ഹ്രസ്വമാണോ ദീർഘമാണോ എന്നുള്ളതും കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞത്
ഒന്ന് നാവിൻ മുഴ, നാവിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് അതിന് നമ്മൾ പേര് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ ആകൃതി എന്താണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പേര് കൊടുക്കുന്നു. അതോടൊപ്പം ഇത് ഹ്രസ്വ ശബ്ദമാണോ ദീർഘ ശബ്ദമാണോ എന്നും കൂടി നമ്മൾ കണക്കിലെടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വരങ്ങളെല്ലാം എന്ന് പറയുന്നത് നാദിയായ ശബ്ദങ്ങളാണ് എന്നുള്ളത്. നാദിയായ ശബ്ദങ്ങൾ ഇനി ഞാൻ വിശദീകരിക്കണം എന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വോക്കൽ കോഡ്സ്, സ്വന നാളികൾ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ശ്വാസനാളത്തിലുള്ള വായു പുറത്തേക്ക് അതുവഴി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വനപാളികൾ അടുത്തിരുന്നിട്ട് വളരെ കാര്യമായി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ കമ്പനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ ഈ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ ചെവി ഇങ്ങനെ രണ്ട് വിരലും കൊണ്ട് ചെവി ഒന്ന് അടച്ചു വെച്ചിട്ട് പറഞ്ഞു നോക്കൂ. അപ്പം ആ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിൽ ഒരു മുഴക്കം കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ മുഴക്കമുണ്ടെങ്കിൽ അത് നാദിയായ ശബ്ദത്തിന് ഉദാഹരണമാണ്. അപ്പോൾ മലയാളത്തിലെ സ്വരങ്ങൾ നാദിയായിട്ടുള്ള ശബ്ദങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാദിയായ ഈ സ്വര ശബ്ദങ്ങളുടെ വർഗീകരണം ഈ യുക്തിയിലാണ് നടത്തുന്നത്. നമ്മൾ ഈ സ്വരങ്ങൾക്ക് പേരിടുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവിൽ ശാസ്ത്രീയ നാമം പറഞ്ഞു കാണുമ്പോൾ കാണുന്നൊരു രീതി മുകളിൽ നിന്ന് താഴേക്ക് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഉച്ചമാണെന്നുണ്ടെങ്കിൽ ഉച്ചം അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ നിമ്നം എന്നുള്ളത് അതിലേത് പൊസിഷൻ ആണെന്നുണ്ടോ അത് ആദ്യം പറയുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നത് മുന്നിൽ നിന്ന് പിന്നിലേക്കുള്ള പൊസിഷനിൽ എവിടെയാണ് എന്നുള്ളത്. മൂന്നാമത് ഇത് വർത്തുളിതമാണോ അതോ നിഷ്പക്ഷ വർത്തുളനമാണോ അവർത്തുളിതമാണോ എന്നുള്ളത്. അതിനുശേഷം ഇത് ഹ്രസ്വമാണോ ദീർഘമാണോ എന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ പേര് പറഞ്ഞു കേൾക്കാറുള്ളത്. വരുന്ന വീഡിയോകൾ ഞാൻ ഓരോ അക്ഷരത്തിനെയും പ്രത്യേകം എടുത്ത് അത് ഏതാണ് എന്ന് അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. വരുന്ന കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് സ്വര അക്ഷരങ്ങളെ മുഴുവനായി എടുത്തുകൊണ്ട് ഓരോ അക്ഷരങ്ങളും ഇതിലേതേത് മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരെന്താണെന്നുള്ള കുഞ്ഞു വീഡിയോകൾ ഞാൻ വരുന്ന അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഇടാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല വ്യക്തത കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നെറ്റ് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കോളേജിയേറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഭാഗം വിട്ട് കളയാതെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ പങ്കെടുക്കുന്ന ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള അറിയാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ മാത്രമല്ല ഒരുപാട് മറ്റ് ചാനലുകൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ പല ചാനലുകളുടെയും ലിങ്ക് നമ്മുടെ ചാനലിലെ ഫീച്ചേർഡ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതൊക്കെ കാണുക, പഠിക്കുക, കൂടുതൽ മലയാളത്തെക്കുറിച്ചും മലയാളത്തിൻ്റെ അക്കാദമിക ലോകത്തെക്കുറിച്ചുള്ള അറിവ് വലുതാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്നുണ്ടാകും. അതുവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.